അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നുണ്ടല്ലോ ശരിക്കും പണി കിട്ടിയൊരു ദിവസമാണ്. നമ്മുടെ വ്ലോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഞാൻ നേരത്തെ ഇതിൻ്റെ മോർണിംഗ് വൈബ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെയ്റ്റും ഒക്കെ ആയിട്ടുള്ള കുറച്ച് റെസിപ്പി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എന്താണ്, സുഖമായിട്ടിരിക്കുന്നു? നമ്മളിവിടെ ഈ ഒരു ടൈമിലാണ് കോളിങ്ങും അതുപോലെ റിപ്ലൈ കൊടുക്കലും, പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടാവും. അതിനൊക്കെ ഞാനൊരു സ്മൈലിയെങ്കിലും റിപ്ലൈ കൊടുക്കാണ്ടിരിക്കില്ല. കാരണം നമുക്കൊരു വാല്യൂ തന്നിട്ടാണല്ലോ നമുക്ക് കമൻറ്റ് ഇടുന്നത്. അപ്പം ആ വാല്യൂ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഒത്തിരി കമൻറ്റ്സ് വരുന്നതൊന്നും എനിക്ക് ചില സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൻ്റെ എൻ്റെ ഭാഗം കുറച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് സംസാരിക്കാൻ എപ്പോഴും ഒരു ടോപ്പിക്ക് വേണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പോയിന്റ്സ് ലൈഫിനെ കുറിച്ച് പറഞ്ഞാലോ. ലൈഫിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല ഞാൻ, എന്നാലും നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക അല്ലേ. ഞാനിങ്ങനെ വർത്താനം പറയുമ്പോൾ പലരും ജിനി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് തിങ്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്നോട് ഡയറക്റ്റായിട്ട് പറഞ്ഞ ആൾക്കാരും ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നിട്ട് അരി ഉഴുന്നൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആട്ടിയെടുക്കാന്ന് വിചാരിച്ചു. ഗ്രൈൻഡർ ഒന്ന് ആദ്യം കഴുകിയെടുക്കുകയാണ്. എൻ്റെ സൗണ്ട് മാറിയത് ഇനിയും ശരിയായിട്ടില്ല. അത് ഭയങ്കര ഒരു ഈ തൊണ്ടയിൽ കിച്ച് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ എനിക്കിപ്പോൾ ഉള്ളത്. അത് മാറാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാൻ വിക്സ് മിഠായിയൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം ഡയറ്റൊന്നുമില്ല. ഡയറ്റ് ഇനി തുടങ്ങണം. വയ്യായികൊക്കെ മാറിയിട്ട് ചെറുതായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. രാവിലേക്ക് സ്മൂത്തി ആക്കി അങ്ങനെയൊക്കെ ഒരു കൃത്യനിഷ്ഠയുള്ളൊരു ലൈഫ് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ ഗ്രൈൻഡർ ഇപ്രാവശ്യം അവിടെ വെച്ചത്. ഇനി നമുക്ക് അവിടുന്ന് അരി ഉഴുന്നൊക്കെ ആട്ടാന്ന് വിചാരിച്ചിട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി വെക്കണം. പിന്നെ ഇവിടെയുള്ള പവർ പ്ലഗിൽ ഞാൻ എൻ്റെ ലൈറ്റിൻ്റെ പവർ കുത്തി വെച്ചേക്കുവാണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇത് അവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് വെള്ളം ആദിട്ട് പിന്നെ നമ്മുടെ ഉഴുന്ന് ഞാൻ പിന്നീടാണ് കേട്ടോ അരച്ചെടുക്കുക. അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിയിലോട്ട് ഞാൻ കുറച്ച് വേവിച്ച ചോറും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഡലിക്കാണ് ഇപ്പം ഞാൻ ആട്ടിയിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫായിരിക്കില്ല അല്ലെ. ഇവൻ നമ്മുടെ വീട്ടമ്മമാരുടെ കൂടെ എല്ലാവർക്കും ഒരു റൊട്ടീൻ ഉണ്ടാവും, പക്ഷെ എന്നും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ ലൈഫ് അല്ലെ. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്, ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാവുന്നു, അംഗീകരിക്കാൻ പറ്റുന്നു, നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഞാൻ പറയുന്നതൊക്കെ പൊട്ട തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാ ഉഴുന്നാണ് കേട്ടോ ഇപ്പം അരച്ചെടുക്കണത്. ഞാൻ എപ്പോഴും മിക്സിയുടെ ജാറിലാണ് ഉഴുന്ന് അരച്ചെടുക്കാറുള്ളത് കേട്ടോ. ദോശക്ക് ഇട്ടതാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. രാവിലെ കുറച്ച് ആട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കിയാണ് കേട്ടോ. പിന്നെ ലൈഫിൽ തോൽക്കുന്ന അവസ്ഥകൾ നമുക്ക് ഒരുപാട് വരാറുണ്ട് അല്ലേ. പക്ഷെ എല്ലാ തോൽവിൻ്റെയും എൻഡിൽ ഒരു വിജയം ഉണ്ടാവും. അതിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര വലുതായിരിക്കും അല്ലേ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിസൾട്ടിൽ ഞാൻ സന്തോഷം ഉണ്ടല്ലോ, അതിന് ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. അത്രയും സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കാര്യം, എൻ്റെ തടി ഏകദേശം 10-16 കിലോ കുറച്ചത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് എടുത്തത്. അതിലുപരി
എനിക്ക് എൻ്റെ സെക്കൻഡ് ബേബി ഉണ്ടായപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവൻ തിരിച്ച് വന്ന് ഇപ്പം ഞങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ട് ഉള്ള കുരുത്തക്കേട് മൊത്തം കാണിച്ച് ജീവിക്കുന്നു. അതിലൊക്കെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ല എന്ന് പറയില്ലേ, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു അന്ന്. പക്ഷെ ഏറ്റവും ഫസ്റ്റ് എനിക്ക് അതാണ് കേട്ടോ പറയാനുള്ളത്. ബാക്കിയൊക്കെ പിന്നീട്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചതും കരഞ്ഞതും ടെൻഷൻ അടിച്ചതും ഒക്കെ ആയിട്ടുള്ളൊരു സമയം ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ. അപ്പൊ അതിന്നൊക്കെ നമുക്ക് അത്രയും സങ്കടം തന്നിട്ടുണ്ടെങ്കിലും പഠിച്ചു തമ്പുരാൻ അതിന്റെ എൻഡിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് തന്നിരുന്നത്. അവന്റെ ഓരോ മാറ്റങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ചെറുപ്പത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് ഈ വർഷങ്ങൾക്ക് മുന്നേ വരെ അവൻ കുറച്ച് കുരുത്തക്കേടിന്റെ ഉസ്താദായിരുന്നു. ഇപ്പൊ പിന്നെ അതൊക്കെ മാറി നല്ലൊരു മനസ്സിന്റെ ഉടമയായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി എന്താണ്, അങ്ങനെ രണ്ട് പോയിന്റ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയണൊക്കെ ആയിരിക്കും. എനിക്ക് ഇങ്ങനെ ഒരുപാട് അങ്ങനെ സാഹിത്യപരമായിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ എന്താണ്, ഇനി ഓരോ പ്രഭാതവും പുതിയൊരു അവസരമാണ് എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, ഓരോ ദിവസവും അല്ലെ, നമുക്ക് സമയമില്ല നമ്മുടെ കയ്യിൽ കളയാന്. നമ്മള് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ പ്രയത്നിക്കുന്നത് അത് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക ഓരോ ദിവസവും. ഈ രാത്രി സുഖമായി ഉറങ്ങുന്ന ആൾക്കാർക്ക് ഒരു ടെൻഷനും ഒരു അതായത് അവർ സ്വപ്നം കാണുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. പണ്ടൊക്കെ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരാൾക്ക് ഒന്നുമില്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ എല്ലാം അച്ചീവ് ചെയ്ത ആളായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളായിരിക്കണം അല്ലെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോ നിങ്ങൾ എന്തിനെങ്കിലും ഇങ്ങനെ ഇത് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ ഇന്നൊരു ചിക്കൻ ഫ്രൈ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മള് കടലമാവും പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, തൈര്, കസൂരി മേത്തി, ഉപ്പ്, തൈര് കുറച്ചധികം വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലെവലിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും സാധാരണ മുളക് പൊടിയും ചേർത്തി കൊടുക്കുക കേട്ടോ. കടലമാവ് ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളറ് വരുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അല്ല, എയർ ഫ്രയർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ബാറ്ററൊക്കെ റെഡിയാക്കിയത്. കാരണം 3/4 ഭാഗം അരഞ്ഞപ്പോഴേക്കും ഗ്രൈൻഡർ അവിടെ നിന്നു. പിന്നെ അതിനൊക്കെ കോരിയെടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ട് ഞാനിങ്ങനെ കംപ്ലീറ്റ് അരച്ചിട്ടാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് എടുത്തുള്ളത് കേട്ടോ. പിന്നെ ഉപ്പും ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബാറ്ററിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. നമ്മളൊരു കാര്യം ഭയങ്കര ഇതില് തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും, നമുക്ക് എന്തൊക്കെ തടസ്സങ്ങൾ അവിടെ ഉണ്ടാവുമോ ഒന്നും നമുക്കറിയില്ല. എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ മൈൻഡിലോട്ട് ഇങ്ങനെ കത്തും, ഇത് ശരിയായിട്ടില്ലെങ്കിൽ അടുത്തത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഓരോന്നും ഇങ്ങനെ മൈൻഡിലോട്ട് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ പോവുക. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക ലൈഫിൽ. അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ എല്ലാം അച്ചീവ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല അത് പറയുന്നത്. എല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാർ ഈ ലോകത്ത് ആരും ഇല്ല എന്ന് തന്നെ പറയാട്ടോ. പക്ഷെ എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു വാല്യൂ കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, ഒക്കെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പോയി എല്ലാവരുടെയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടത് കേട്ടോ ചിക്കനൊക്കെ. ഇന്നിപ്പോൾ എനിക്ക് കുളിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതായത് ഉമ്മാക്കും ഉപ്പാക്കും കഴിക്കാൻ കൊടുത്ത ശേഷം ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വരാമെന്ന്. മറ്റേത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ സമാധാനത്തിലിരുന്ന് കഴിക്കും. ഇന്ന് സമയം അത്യാവശ്യമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ആ ബാറ്ററിൻ്റെ അവിടെ അത്യാവശ്യം പണി കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് ഉമ്മാക്കും ഉപ്പാക്കും
കാക്കൊക്കെ കഴിക്കാൻ കൊടുത്ത ശേഷം ഞാൻ കുളിക്കാൻ പോവാന്നുള്ളത്. പിന്നെ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സോഫ്റ്റും ക്രിസ്പിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ നല്ല ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ ബേ ലീഫ് ഇട്ടു. ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വലിയ ഉള്ളി ഒരു 2 എണ്ണം, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ഈ പാത്രത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുക്ക് ചെയ്യാനും. ഇഡ്ഡലി ഉണ്ടാക്കാനും ഇടിയപ്പം ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ. നല്ല അടിപൊളി സ്റ്റീമറാണ് കേട്ടോ ഇത്. അതിൽ കുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഉള്ളിയൊക്കെ ആയ ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും അല്ലാത്ത മുളക് പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ധാരാളം ഇട്ട കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം കേട്ടോ വലിയ ഉള്ളിനെക്കാട്ടിലും. പിന്നെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ഉള്ളി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മസാല ഒന്നും കൂടെ ആവാൻ വേണ്ടി അടച്ചു വെക്കാം. പിന്നെ അപ്പോഴേക്കും ഞാനിവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ മസാലയൊക്കെ നന്നായി കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്തായാലും ഞാനിതൊന്ന് മസാല പിടിക്കണ വരെ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് വറ്റിച്ച് നമുക്ക് എടുക്കും ചെയ്യാം കേട്ടോ. കറി കട്ടിയാവുന്നത് വരെ നമുക്ക് അതിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കി നമുക്ക് ഇതുപോലെ ഇളക്കി ചിക്കനൊക്കെ താഴോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നല്ല പൊറോട്ട, പത്തിരി, ഇടിയപ്പം, ഇതിൽക്ക് നെയ്ച്ചോറ്, ഇതിൽക്കൊക്കെ നല്ല ടേസ്റ്റാണ്. കസൂരി മേത്തി ഇല്ലാത്ത കച്ചവടമല്ല എന്ന് പറഞ്ഞ പോലെ ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. പിന്നെ സോഫ്റ്റ് ആവാനും എന്തെങ്കിലുമൊക്കെ മസാല എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സംഗതി സെറ്റ്. പിന്നെ വേഗം പോയിട്ട് ഞാൻ ഉണ്ടാക്കിയതെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഈവനിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈയും ഉപ്പേരി, അതുപോലെ തൈരും അച്ചാറ്, പിന്നെ നമ്മൾ ചീര പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി അവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുത്ത് അതിനുശേഷം പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സമാധാനത്തോടെ ഇരുന്ന് ഫുഡൊക്കെ അടിച്ചു കേട്ടോ. ഇതേപോലെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, പാത്രത്തിലെല്ലാം വിളമ്പിയിട്ട് ബെഡ്റൂമിൽ പോയി ഫോണിൽ വല്ല ഫിലിമൊക്കെ വെച്ച് ഇങ്ങനെ പതുക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കും കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടി വി ഞാൻ അധികം കാണാറില്ല. ടി വി വല്ലപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു സൺഡേയിൽ ഈവനിങ് ഒരു മൂവി കാണുക, അങ്ങനെയൊക്കെയാണ് ഇപ്പം ടി വി കാണുന്നത്. മറ്റേത് ടി വിയിൽ ഫിലിം കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അധികം ഷോർട്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വല്ല കോമഡി സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഇങ്ങനെയൊക്കെയാട്ടോ കാണാറ്. അപ്പം ഞാൻ കുറച്ചും കൂടെ ലെങ്ത് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്, എന്നാലും നമ്മുടെ വീഡിയോ ഒരു 16 മിനിറ്റെങ്കിലും വേണ്ടേ. കണ്ടവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഫുള്ളായി കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. FB പേജും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റ ഉണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യണം. 100K ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് 92.6K ആണ് ഇപ്പം അതിൽ എൻ്റെ ഫോളോവേഴ്സ് ഉള്ളത്. എനിക്ക് ഇൻസ്റ്റയിലും FBയിലും 100K ആവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ റൈസ് ഇവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ്, ഒറ്റ വിസിലുകൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. ഇതിന്റെ ഷോർട്ട് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോസൊക്കെ. അപ്പോൾ പിന്നെന്താ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് എന്തായാലും പറയണം. ഇതുപോലെ
കുറേ ജീവിതത്തിലുള്ള അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ പുതിയ റെസിപ്പി നിങ്ങളുടെ നാട്ടിൽ പഴയ പണ്ട് മുതലുള്ള ട്രഡീഷണൽ റെസിപ്പി ഉണ്ടെങ്കിൽ അയച്ചു തരിക, വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ നിങ്ങൾ കണ്ടുപിടിച്ച റെസിപ്പി ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തരിക. ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങളുടെ പേരും ഒക്കെ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ FBയിലുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, എനിക്ക് കമൻറ്റ് ഭയങ്കര കുറവാണ്, നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ കുക്കർ റൈസ് ഇവിടെ ആയി വരുന്നുണ്ട്. ഇത് ബിരിയാണി അല്ല, ടൊമാറ്റോ റൈസും അല്ല, എന്നാൽ മന്തി അല്ല എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം ഞാനിങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്, കറക്റ്റായി വെന്തിട്ടുണ്ട്. ഞാനൊരു എഗ്ഗും സാലഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് സെർവ് ചെയ്തെടുത്തത്, പിള്ളേർക്ക് ആക്കി കൊടുത്തത് അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. അതുപോലെ ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ FB പേജ്, ഇൻസ്റ്റ പേജ്, യൂട്യൂബ് ചാനലൊക്കെ എന്തായാലും സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ലൈവിൽ ഇടയ്ക്ക് വരാൻ നോക്കാം, നിങ്ങളും കയറാൻ നോക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒരുപാട് വേണം കേട്ടോ. എല്ലാവർക്കും ബൈ.